ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെയും സച്ചിനെയാണ്. അങ്ങനെ രേവതിയും സച്ചിയും മുട്ടിഞ്ഞ ഫൈറ്റിൽ തന്നെയാണുള്ളത്. നമ്മുടെ രേവതി വിട്ടുകൊടുക്കില്ല. തൻ്റെ കുടുംബത്തിനെ തെരുവിലേക്ക് ഇറക്കാൻ ആരാണ് കാരണക്കാരനായത്? നമ്മുടെ സച്ചി തന്നെയാണ്. അവർക്ക് ഒരു വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ ഞാനിനി എന്ത് ചെയ്യും? നിങ്ങളെൻ്റെ വീട്ടിൽ വന്നിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിക്ക് ഒട്ടും സമാധാനം കൊടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് സച്ചി ആണെങ്കിലും അതും ഇതുമൊക്കെ പറഞ്ഞു. അതിനിടയിലാണ് അവിടെ ഇരുന്ന ആ ഒരു ടച്ചിങ്സും മദ്യക്കുപ്പിയൊക്കെ നമ്മുടെ രേവതി ഒരൊറ്റ തട്ട് തട്ടിയത്. എല്ലാം വന്ന് നിലത്തങ്ങോട്ട് വീണു. നമ്മുടെ സച്ചി സഹിക്കുവോ? സച്ചി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, നീ എന്താടി കാട്ടിയത്? നീ എന്താ കാട്ടിയത്? നിന്റെ ദേഷ്യമേ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അത് എൻ്റെ അടുത്ത് ഇറക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. അങ്ങ് ചെന്നിട്ട് അങ്ങോട്ട് ഒറ്റ തള്ളു കൊടുത്തു. നമ്മുടെ രേവതി പോയി അങ്ങ് വീഴുകയും ചെയ്തു. രേവതി സഹിക്കുവോ? രേവതി അവിടെ നിണീറ്റു കണ്ണൊക്കെ നിറഞ്ഞു വിട്ടോ. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ ചുമന്ന് കലങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും സച്ചിയോട് പറയാൻ വേണ്ടി നാവ് പൊക്കിയില്ല. അതായത് അടുത്ത ഡയലോഗ് പറയണമല്ലോ. നമ്മുടെ രേവതി അങ്ങനെ തോറ്റു കൊടുക്കില്ല. അപ്പോൾ അടുത്ത ഡയലോഗ് പറയാൻ വേണ്ടി വാ തുറന്നതും പെട്ടെന്നായിരുന്നു ആ ഒരു ഫോൺ കോൾ വന്നത്. നോക്കിയപ്പോൾ തൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ എടുത്തു. ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എന്താ അമ്മ എന്ന് ചോദിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് പറഞ്ഞത്, മോളുടെ ഭർത്താവുണ്ടല്ലോ, മോളുടെ ഭർത്താവ് മോള് വിചാരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഏറ്റവും നല്ല മനുഷ്യൻ തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. മോൾക്ക് ദൈവം തന്നതാ സച്ചിമോനെ എന്ന് പറഞ്ഞപ്പം എന്താ അമ്മ ഈ പറയുന്നത്? ഇനിയും എന്താ വാഴ്ത്തി അങ്ങോട്ട് പുകഴ്ത്തി അങ്ങോട്ട് ഉയർത്തി വെക്കങ്ങോട്ട്, എങ്കിലല്ലേ ഇനിയിപ്പോൾ അടുത്ത പണി ഉടനെ നിങ്ങൾക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം എന്താ മോൾ ഇങ്ങനെയൊന്നും പറയരുത്. അവൻ എന്തു പണി തന്നെന്നാ നീ പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നീയാ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിമോനല്ല, അവൻ ഇന്നിവിടെ വന്നായിരുന്നു. എന്തിനാ അവിടെ വന്നത്? അതല്ലേ ഞാൻ പറയുന്നത്. അവൻ ഇന്നിവിടെ വരികയും അതുപോലെ ഹൗസ് ഓണറിനെ കാണുകയും ഒക്കെ ചെയ്തു. നീ വിചാരിക്കുന്നത് പോലെ അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ഒരു വൃത്തികെട്ടവനോ ഒരു ദുഷ്ടനോ അതുപോലെ തന്നെ മനസാക്ഷി ഇല്ലാത്തവനോ ഒന്നും അല്ല മോളെ സച്ചിനെ മോൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അമ്മ ഒന്ന് സത്യത്തിൽ എന്താ നടന്നതെന്നൊന്ന് തുറന്ന് പറ. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി എല്ലാ സത്യങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ്. അത് സീൻ സഹിതം നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സച്ചി നേരെ ചെല്ലുകയാണ് ലക്ഷ്മിയുടെ വീട്ടിലേക്ക്. ഒരു ബക്കറ്റൊക്കെ തൂക്കി. അങ്ങനെ ഓട്ടയുള്ള ബക്കറ്റിന് പകരം ഒരു അടിപൊളി ബക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ വാതിലിൽ തട്ടിയപ്പോഴത്തേക്കും തുറന്നത് നമ്മുടെ ദേവുവാണ്. ദേവു, ഇതെന്താ സച്ചിയേട്ടാ ഇപ്പം ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നത് എന്ന് ചോദിച്ചിട്ട്, അമ്മേ ആരാ വന്നേക്കുന്നതെന്ന് നോക്കിയേ, സച്ചിയേട്ടൻ എന്ന് പറഞ്ഞു. സച്ചി വന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ ചങ്കു പടപടാ ഇടിക്കുകയാണ്. ഇനി അടുത്ത പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ, ഇനി രേവതിയുടെ വല്ല കുറ്റം പറയാനാണോ വന്നതെന്നൊന്നും അറിയില്ല. വന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ ഒരു ബക്കറ്റ് കയ്യിലിരിക്കുന്നു. ഇതെന്താ മോനെ ഒരു ബക്കറ്റൊക്കെ ആയിട്ട്? പേടിക്കൊന്നും വേണ്ട, ഞാൻ ബക്കറ്റ് പിരിവിന് ഇറങ്ങിയതൊന്നും അല്ല. ഇതുണ്ടല്ലോ ഇവിടത്തേക്ക് ഞാൻ മേടിച്ചതാ. എന്താ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? അല്ല മോന് ഇങ്ങോട്ടേക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതെ, ഞാനിപ്പം വന്നത് വേറൊരു കാര്യത്തിനും കൂടിയാണ്. എനിക്കിവിടുത്തെ ഹൗസ് ഓണറിനെ ഒന്ന് കാണണം. ഞാൻ അറിഞ്ഞു നിങ്ങളിവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുകയാണെന്നോ അത് ഞാൻ കാരണമാണെന്നോ ഒക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഹൗസ് ഓണറിനെ ഒന്ന് കാണണം. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അയ്യോ വേണ്ട മോനെ, അത് സാരമില്ല. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ വേറൊരു വീട്, ഞങ്ങൾ വീടെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതോർത്ത് മോൻ വിഷമിക്കൊന്നും വേണ്ട. മോൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പം അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. ദേവു വാ, എന്നെ കാണിച്ചതാ ഹൗസ് ഓണറിൻ്റെ വീട്. അതല്ലേ ഇവിടെ ഈ വീട് തന്നെയല്ലേ ഹൗസ് ഓണറിൻ്റെ വീട്? എനിക്ക് ഒന്ന് കാണണം, ഒന്ന് കണ്ടിട്ട് സംസാരിക്കണം, മാപ്പ് ചോദിക്കണം. വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ കാരണം ഒരിക്കലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ തെറ്റെൻ്റെ ഭാഗത്തുമുണ്ട്, അതെനിക്കറിയാം. ചുമ്മാ വന്ന ഒരാളെ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അമ്മ. അതുകൊണ്ട് അതിനുള്ളത് എനിക്ക് ചെയ്യണം. എൻ്റെ ആ ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അയാളെ കണ്ട് അയാളോട് മാപ്പ് ചോദിക്കണം. അത് ചെയ്തേ തീരൂ. നിങ്ങളിവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കുമോ? അതല്ല, ഞാൻ ചെയ്ത തെറ്റ് അതെനിക്ക് തിരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവു സച്ചിയേട്ടാ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നമ്മുടെ ദേവു കൊണ്ടുപോകുകയാണ്. അപ്പം ലക്ഷ്മി വേണ്ട മോനെ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ
സച്ചി അമ്പിനും വില്ലിനും ഒന്നും അടുക്കുന്നില്ല. സച്ചി നേരെ ചെല്ലുകയാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ സച്ചി നേരെ ഹൗസ് ഓണറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹൗസ് ഓണറിൻ്റെ അടുത്ത് ചെന്നപ്പം സച്ചിനെ കണ്ടതും മറ്റേ ചെകുത്താൻ കുരിച്ച് കണ്ടതുപോലെ പെട്ടെന്ന് ചാടി എണീറ്റിട്ട്, ഇവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നോട് ആരാടെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഇതെന്താ ലക്ഷ്മി ഈ കാണിക്കുന്നത്? ഇവൻ ഈ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇവൻ ഈ വീട്ടിൽ കയറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹൗസ് ഓണറും ഹൗസ് ഓണറിൻ്റെ ഭാര്യയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, സാർ ക്ഷമിക്ക് സാറ് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം പ്ലീസ് സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ കാരണം എത്ര നാണക്കേടാ എനിക്കുണ്ടായതെന്ന് നിനക്കറിയാമോ? ഈ പരിസരത്ത് ആരും എന്നെ പോടാ എന്ന് പോലും വിളിച്ചിട്ടില്ല. വേണ്ട, എന്നെ ഒന്ന് കൈ ചൂണ്ടി പോലും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് നീ എൻ്റെ മുഖത്തിനിട്ട് അടിച്ചില്ലേ? ആ വേദനയല്ല എനിക്ക്, എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടില്ലേ, അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നതിൽ നല്ലത് പോകുന്നതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹൗസ് ഓണറിൻ്റെ ഭാര്യയും പറഞ്ഞു, നിന്നോട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. ലക്ഷ്മി ഇവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? മര്യാദയ്ക്ക് ഇവന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞ ആ ഒരു സമയം മാറ്റി നിങ്ങൾ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി ഏട്ടാന്ന് പറഞ്ഞ് നമ്മുടെ ദേവ് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അയാളോട് പറഞ്ഞു, ഞാൻ പറയുന്നതൊന്ന് 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് നിങ്ങൾ കേൾക്കണം, കേട്ടേ പറ്റൂ. ഞാൻ തെറ്റുകാരനാണ്, എനിക്കറിയാം. തെറ്റ് ചെയ്തതിന് ശിക്ഷ അത് കിട്ടണമല്ലോ. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, പോലീസിനെ വിളിക്കുക. പോലീസിനെ വിളിച്ച് ഞാൻ നിങ്ങളെ തല്ലി എന്ന് പറഞ്ഞ് നിങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തോ, എങ്കിൽ മാത്രമേ സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് അറിയാതെ ഞാൻ നിങ്ങളെ തല്ലിപ്പോയതാ, ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല. നിങ്ങൾ ഹൗസ് ഓണർ ആണെന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് എന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെ തല്ലി. അയാളെ തല്ലിയതിനിടയിൽ കയറി വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ മാഷെ, ഒന്ന് ക്ഷമിക്ക്. ഇതൊക്കെ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ എന്താ മനുഷ്യനാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യം? പ്ലീസ്, ഞാൻ പറയാലോ, എനിക്കറിയാം നിങ്ങൾ നല്ല വിശാല മനസ്സുള്ള മനുഷ്യനാണെന്ന്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ താമസിപ്പിച്ചതൊക്കെ. അതുപോലെ തന്നെ ഇത്രയും നാൾ വാടക കൊടുക്കാതെയൊക്കെ താമസിപ്പിച്ചില്ലേ, അഡ്വാൻസ് പോലും മേടിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾ കാരണമാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സ് എനിക്കറിയാം. ദയവ് ചെയ്ത് ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. ഞാൻ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? ഒരിക്കലും ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. അതുമാത്രമല്ല, ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പറഞ്ഞല്ലോ, എന്നെ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുക, പോലീസിനെ വിളിക്കുക, ഞാനിവിടെ നിൽക്കാം, പോലീസ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദയവ് ചെയ്ത് സാർ പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ മനസ്സ് ഇങ്ങനെ തുറന്ന് സംസാരിച്ചു. ലാസ്റ്റ് അദ്ദേഹം പറയുകയാണ്, ഓക്കെ എങ്കിൽ ശരി, ഇയാളിപ്പോൾ വന്ന് തെറ്റൊക്കെ സമ്മതിച്ചല്ലോ, ഇയാൾ മാപ്പ് ചോദിച്ചല്ലോ. അതുകൊണ്ട് ലക്ഷ്മി, ഇനി നീ ഇവിടുന്ന് പോകണ്ട, നീ മക്കളെയും കൊണ്ട് വേറെ എങ്ങോട്ടേക്കും പോകണ്ട, നീ ഇവിടെ തന്നെ താമസിച്ചോ, കുഴപ്പമില്ല. സച്ചി എന്നോട് മാപ്പ് പറഞ്ഞല്ലോ, അത് മതി. അയാൾക്ക് അറിയാതെ പറ്റിയതാണെങ്കിൽ ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം വരെ ക്ഷമിക്കൂലെല്ലാം, പിന്നെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കാതിരിക്കുക? അതുകൊണ്ട് ലക്ഷ്മി ഇനി പോകണ്ട, നിങ്ങളുടെ കുടുംബം ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചിയുടെ നല്ല മനസ്സ് കണ്ടു ആ ഹൗസ് ഓണർ. ഏതായാലും ഹൗസ് ഓണർക്കും ഒരുപാട് സച്ചിനെ ഇഷ്ടമായി. അതായത് സച്ചിയോട് പറഞ്ഞു, ഇനിയിപ്പം സാരമില്ല, നമുക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇനി നടന്നിട്ടില്ല എന്ന് മോൻ കരുതിയാൽ മതി. അതുകൊണ്ട് മോനോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ടും സ്നേഹത്തോടെ തന്നെയാണ് അവിടെ നിന്ന് പിരിയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്താണ് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ടെൻഷൻ അങ്ങോട്ട് കയറി നമ്മുടെ രേവതിക്ക്. എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കാരണം താൻ പറഞ്ഞ വാക്കുകളും താൻ ചെയ്ത പ്രവൃത്തിയൊക്കെ വെറുതെ ആയിരുന്നുവല്ലോ. സച്ചി പാവമായി പോയല്ലോ. സച്ചി അത് പറയാതിരുന്നല്ലോ. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞ് മറ്റേ ഉരുകി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ചമ്മലും ഒരു നാണക്കേടൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ട് പതുക്കെ നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതെ എന്താ എന്നോട് പറയാതിരുന്നത് വീട്ടിൽ പോയ കാര്യം? വീട്ടിൽ പോയ കാര്യം പറയാതിരുന്നതിന് ഇനി നീ എൻ്റെ മേക്കിട്ട് കയറുവാണോ? ഇനി വീട്ടിൽ പോയതും തെറ്റാണോ? അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നു രേവതി, ഇനി നീ അതിനെക്കുറിച്ച് മിണ്ടരുത്. ഞാനൊരു തെറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നി, അതെനിക്ക് തിരുത്തണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അവിടെ പോയി പറഞ്ഞു. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ നിൻ്റെ വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ ചെയ്ത തെറ്റ് അതെനിക്ക് തിരുത്തണമെന്ന് തോന്നി, അത് ഞാൻ തിരുത്തി, അത്ര തന്നെ. അതിന് ഇനിയിപ്പോൾ എന്ത് പറയാനാ? ഇനി കൂടുതൽ നീ ഒന്നും പറയാൻ നിൽക്കുമൊന്നും വേണ്ട. ഏതായാലും പോയതൊക്കെ പോയി. എങ്കിലും എൻ്റെ ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പാതിരാത്രി ഏതെങ്കിലും ബാറോ ഏതെങ്കിലും ബിവറേജ് തുറന്നു വെച്ചേക്കോ? ഇനിയിപ്പോൾ ഞാൻ ഈ മദ്യത്തിന് എവിടെ പോകും? ഈ മദ്യം കുടിക്കാതെ എനിക്ക് ഉറക്കവും വരില്ല. എൻ്റെ ഉറക്കം കളഞ്ഞില്ലേ നീ എന്ന് ചോദിച്ചു നമ്മുടെ രേവതിയോട്.
രേവതി പറഞ്ഞു, അതെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിരിക്കുന്നതിൻ്റെ ആ ഒരു കബോർഡിൻ്റെ അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതൊന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. നമ്മുടെ സച്ചി ഒന്നും നോക്കിയില്ല. സച്ചി പതുക്കെ അതിങ്ങനെ തുറന്നിങ്ങനെ നോക്കി. അങ്ങനെ സച്ചി തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായിരിക്കുന്നു മദ്യക്കുപ്പി. ലഡു പൊട്ടിയില്ലേ മനസ്സിൽ. രേവതി, അപ്പം നീയും മദ്യം കുടിക്കാൻ തുടങ്ങിയോ? അയ്യേ, ഞാൻ മദ്യം കുടിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് ഞാനൊന്നും വെച്ചതല്ല, ഇത് നിങ്ങളങ്ങാണ്ട് കഴിഞ്ഞ പ്രാവശ്യം മറന്നു വെച്ചിട്ട് പോയ സാധനം ഞാൻ ഇവിടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. കൊണ്ട് കളയാൻ വെച്ചതാ. എന്തോ ഞാൻ മറന്നുപോയി. കളയാനോ? എൻ്റെ പൊന്നു രേവതി, ഇതെങ്ങാണം കളഞ്ഞിരുന്നെങ്കിലേ ഏതായാലും ഞാനിന്ന് ദാഹിച്ച് മടുത്തേനെ. എൻ്റെ പൊന്നോ, എനിക്കിപ്പോൾ ഏതായാലും നിന്നെ ഇഷ്ടമായിട്ടോ. നിന്നോടുള്ള ഒരു ദേഷ്യമൊക്കെ തീർന്നു. ഇനി നീയും ഞാനും തമ്മിൽ ഒരടിയില്ല, ഒരു ദേഷ്യമില്ല. എൻ്റെ മനസ്സറിഞ്ഞ് നീ പെരുമാറുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ കുപ്പി ഇങ്ങ് എടുക്കട്ടെ, അടിക്കട്ടെ, 2 എണ്ണം അടിച്ച് സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അതൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഏതായാലും രേവതിക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി. രേവതി ചെയ്തത് തെറ്റാണല്ലോ എന്ന് ആ മനസ്സിൽ കുറ്റബോധം ഇങ്ങനെ തോന്നുക. അങ്ങനെ രേവതി തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വര, ഞാനിതെന്താ ഈ കാണുന്നത്? ഇതിലേതാ ശരി? ഇതിലേതാ സച്ചി? ഇതെന്താണ് ഇങ്ങനെ പല സ്വഭാവം പല സമയത്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. ഞാൻ എന്താ ഇങ്ങനെയായി പോയത്? എനിക്കാണോ പ്രശ്നം അതോ അയാൾക്കാണോ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും നേരം വെളുത്തപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെന്നു. കാരണം വീട്ടിലേക്ക് ചെന്ന വേറൊന്നിനുമല്ല, സന്തോഷമാണല്ലോ, വീട്ടുകാർക്ക് സന്തോഷമായി. അപ്പം അതുകൊണ്ട് നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ സന്തോഷം പങ്കുവെക്കുകയാണ്. അങ്ങനെ സച്ചിനെ കുറിച്ച് കുറേ പുകഴ്ത്തുന്ന വാക്കുകളൊക്കെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. മോളെ, ഒരിക്കലും നീ സച്ചിനെ കൊള്ളരുതാത്തവനായി കാണരുത്. സത്യത്തിൽ നിനക്ക് ദൈവം തന്ന ഒരു നിധി തന്നെയാണ് ആ ഒരു ഭർത്താവ് എന്ന് പറയുന്നത്. അത് നീ എപ്പോഴും അത് നിധി പോലെ കാത്തു സൂക്ഷിക്കണം. ഒരിക്കലും നീ തള്ളിക്കളയാൻ പാടില്ല. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് സച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവൻ അങ്ങനെയൊക്കെ ചെയ്യാനും അവൻ്റെ ഓരോരോ വാക്കുകൾ കേൾക്കണമായിരുന്നു. അവരോട് പറഞ്ഞതൊക്കെ നീ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു മോളെ. സത്യത്തിൽ എനിക്ക് തന്നെ സങ്കടം വന്നുപോയി, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. ഇതുപോലെ ഒരു മരുമകനെ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് അഭിമാനമാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവും പറഞ്ഞു, സത്യമായിട്ടും ചേട്ടനുണ്ടല്ലോ അവരുടെ മുമ്പിൽ നിന്ന് യാചിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്ത് സങ്കടം തോന്നിയെന്നറിയാമോ? ഒരിക്കലും ഏട്ടനെ തള്ളി പറയരുത് കേട്ടോ. നല്ലൊരു ഏട്ടനെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിലും എനിക്ക് എൻ്റെ ഏട്ടനായിട്ട് കരുതാലോ, അത് തന്നെ വലിയ കാര്യമെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഏതായാലും വരട്ടെ, നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തുവൊന്നും വേണ്ട. ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി അത് പരിഹരിച്ചെങ്കിൽ ഇപ്പം അടുത്ത പ്രശ്നം അയാൾ ഉണ്ടാക്കിക്കോളൂ. എനിക്ക് അയാളെ അറിയാലോ എന്ന് പറയുമ്പോൾ, രേവതി, നീ വെറുതെ മോനെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യണം, അവനെ പറഞ്ഞ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മനസ്സിലാക്കിപ്പിക്കേണ്ടത് നീയാണ്. അല്ലാതെ തെറ്റുകൾ എപ്പോഴും ചൂണ്ടിക്കാട്ടി കുറ്റവും പറഞ്ഞുകൊണ്ട് നടന്നാൽ ഒരിക്കലും അങ്ങനെ ഒരാൾ നന്നാകാൻ പോകുന്നില്ല. അത് നീ വിചാരിക്കണം രേവതി. ഇനി നിൻ്റെ കയ്യിലുള്ള ആ ഒരു തെറ്റുകൾ അത് നീ മാറ്റിക്കളാ, നീ ചെയ്യുന്ന തെറ്റുകൾ മാറ്റിക്കളാ. നീ ഇനി അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്ക് ആയിക്കോട്ടെ, ഇനിയിപ്പം നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാനൊന്നിനും ഇടപെടാൻ വരുന്നില്ല. അടുത്ത എന്തെങ്കിലും പ്രശ്നം കൊണ്ടുവന്നോളും, അപ്പം നിങ്ങൾ പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ലക്ഷ്മി, അതേ മോളെ, എനിക്ക് പോകാൻ സമയമായി, കടയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, കടയിൽ പൊക്കോ, എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ മോളെ ആ ഒരു ഹോട്ടലിൽ കൊണ്ടു കൊടുക്കാനുണ്ട്, മാല കൊണ്ടു കൊടുക്കാനുണ്ട്. മോളെ ഏതായാലും പോകുന്ന വഴിക്ക് ആ ഹോട്ടലിൽ ഇറങ്ങി മാല കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താമ്മേ, ഞാൻ മാല കൊടുത്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി മാല കൊടുക്കാൻ വേണ്ടി ഇറങ്ങി. അതുപോലെ ലക്ഷ്മി പോയി. അങ്ങനെ രേവതി മാലയൊക്കെ ആയിട്ട് ആ ഒരു ഹോട്ടലിൽ ചെന്നു. രേവതിനെ കണ്ട ഉടനെ തന്നെ, മോളുടെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ കേട്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങിയില്ലല്ലോ, കല്യാണം എന്താ വിളിക്കാതിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് ചേട്ടാ വിളിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവിടെയുള്ള ഹോട്ടലിലുള്ള എല്ലാവരും നമ്മുടെ രേവതിയോട് വളരെ മര്യാദയ്ക്ക് വളരെ സ്നേഹത്തോടെ കൂടിയൊക്കെയാണ് ഇടപെടുന്നത്. അങ്ങനെ രേവതിയോട് തന്നെ പറയുകയാണ്, മോളൊരു കാര്യം ചെയ്യുക, മോള് തന്നെ ഈ ഫോട്ടോയിൽ ഈ മാല തൂക്ക് എന്ന് പറഞ്ഞ് ഫോട്ടോ രേവതിയുടെ കൈ കൊടുക്കണം. അപ്പോൾ രേവതി ചെന്നാണ് ആ ഫ്രെയിമിൽ ഇങ്ങനെ മാല തൂക്കുന്നത്. അങ്ങനെ ആ മാല തൂക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അതിലെ ഒരാൾ വരുന്നത്. നമ്മുടെ ചന്ദ്ര ഹോട്ടലിലേക്ക് വരുന്നു. കയ്യിൽ കുറച്ച് പൊതികളൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നമ്മുടെ രേവതി, ഇതെന്താ അമ്മ ഈ ഹോട്ടലിൽ എന്താ? അതെന്തായിരിക്കും ഇങ്ങോട്ടേക്ക് രാവിലെ വന്നത് എന്നിങ്ങനെ ഒരു സംശയം കൊണ്ട് ഫോട്ടോയൊക്കെ തൂക്കിയിട്ട് അതേ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പതുക്കെ ആ ഒരു മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി ചെന്ന് ആ ഒരു റൂമിലേക്ക്, നമ്മുടെ ചന്ദ്ര പോയ ആ റൂം തേടി പുറകെ പോവുക. നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എന്തായിരിക്കും അമ്മ ഇവിടെ വന്നേക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ആ റൂം തേടി പോയി.
ആ റൂം തേടി പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ അതിശയിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെയാണ് നമ്മുടെ സുധി ഉള്ളത്. ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ഇന്ന് എത്തുമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല, നമ്മുടെ വിശേഷം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ഫുൾ വിശേഷം തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. എത്തിയില്ല എന്നും പറഞ്ഞ് ഫുൾ വിശേഷമല്ല, ഇന്ന് വരാൻ പോകുന്ന കറക്റ്റ് വിശേഷം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിനിടയിലായിട്ട് വേറൊരു സംഭവം നടക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ചന്ദ്രയും സുധിയും പിടിയിലാകുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ പറയണ്ടല്ലോ അല്ലേ, ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോകും. അതുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയാം. കാരണം എനിക്ക് വീണ്ടും ഒന്നും പറയാൻ കിട്ടാതെ പിന്നെയും ആ ഒരു ഭാഗങ്ങൾ തന്നെ എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ സുധീനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും കയ്യോടെ പൊക്കുകയാണ് രേവതി. പക്ഷെ രേവതി പൊക്കുന്നില്ല കയ്യോടുകൂടി. രേവതി ഈ കാര്യം നമ്മുടെ രവീന്ദ്രനോട് ആദ്യം പറയുന്നുമില്ല. പക്ഷെ അങ്ങനെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി വരികയാണ്. അപ്പം പറയാതെ നിവർത്തിയില്ലാഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്രയുടെയും സുധിയുടെയും കാര്യം രവീന്ദ്രനോട് രേവതി പറയുന്നത്. അത് നിവർത്തിയില്ലാഞ്ഞിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രവീന്ദ്രൻ കടന്നു പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ രേവതി ആ കാര്യം പറയുകയും രവീന്ദ്രൻ അവിടെ ചെല്ലുകയും കൊടുക്കുകയും ചെയ്യും. നമ്മുടെ സുധിക്കിട്ട് നല്ല പൊട്ടിയിൽ കൊടുക്കുകയും ചെയ്യും. ചന്ദ്ര ഇതെല്ലാം കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുകയും ചെയ്യും. എല്ലാ കാര്യം A to Z കാര്യം നമ്മുടെ സുധിയുടെ കാര്യം എല്ലാം 50 ലക്ഷം രൂപ പെണ്ണ് കൊണ്ടുപോയ കാര്യം എല്ലാം മനസ്സിലാവും കേട്ടോ രവീന്ദ്രന്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ചിന്നൂസ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ, ഗൗരിയുടെയും ശങ്കറിൻ്റെയും കഥ, പിന്നെ കിരണിൻ്റെയും കല്യാണിയുടെയും കഥ നിങ്ങൾ ഇടാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കഥയൊക്കെ നമ്മൾ അതിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലിങ്ക് കിട്ടും. നേരെ നിങ്ങൾ ലിങ്കിൽ കയറി നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് എല്ലാ കഥകളും കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.